ഞാനിവിടെ വന്ന നാൾ മുതൽ എനിക്കറിയാവുന്ന കൊച്ചായി റോസ്മേരി. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കൊച്ചിനെ നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം. നീ അവൾക്കൊരു തുണയാവണം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചെല്ല. കർത്താവേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മനു എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫെഡറിക്കച്ചൻ പറഞ്ഞപ്പോൾ എനിക്ക് മറുത്തൊന്നും പറയാൻ തോന്നാഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരാളുമായി പ്രണയത്തിലായിരുന്നു. ലോറൻസ്. എൻ്റെ അമ്മ പണ്ട് ജോലി ചെയ്തിരുന്ന പാടിവേൽ എസ്റ്റേറ്റിലെ മാനേജർ. ആ ചെക്കനെ ഞാനല്ലേ എസ്റ്റേറ്റ് കൊണ്ടുവന്നത്. കാര്യായിട്ട് ഇപ്പോഴും എന്റെ മുന്നിൽ ഇരിക്കൂലേ, അത്രയ്ക്ക് ബഹുമാന. ഞാനാണോ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. മാനേജർ വരുന്നുണ്ട്. ഇന്ന് നേരത്തെയാണല്ലോ. ഇന്ന് ഓന്റെ പണി പോയത് തന്നെയാട്ടോ. നമസ്കാരം സാർ. താൻ എന്തോട് ഇങ്ങനെ കഥയ്ക്കുന്നേ? സാർ തെറ്റിദ്ധരിച്ചോ? അയ്യോ, അമ്മ. എടി ഇനി മതിയാക്കാ, നമുക്ക് കഴിക്കാവാ. ഡേ അന്നാമോ, ഇവളെ ഇങ്ങനെ വിട്ടാ മതിയോ? നമുക്കവളെ കെട്ടിച്ചുവിടണ്ടേ? കല്യാണക്കാരിയൊക്കെ ഒരുപാട് വരണ്ട്. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ചെന്നപ്പോ ഫെഡറിക് അച്ഛൻ ഒരു കാര്യം പറഞ്ഞേ. ചെക്കൻ പന്നി ഫാം നടത്തുക. ചേച്ചി, അവളാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേരല്ലേ. നീ വേം വാ. അമ്മയ്ക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേ? കല്യാണം, പന്നി ഫാം, ഞാൻ പോയി. ഞാനിതാ പറഞ്ഞേ, കല്യാണക്കാര്യം പറഞ്ഞ പെണ്ണിന് അപ്പരിശം കേറും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നമ്മൾ എന്ത് പറയാനാ? അല്ല, പെണ്ണുകാണും ചെക്കമെന്നൊക്കെ കേട്ടു. നമ്മളോടുള്ളപ്പോ എന്നെയും കൂടെ ഒന്ന് പരിഗണിച്ചൂടെ? ദേ, എന്റെ വായിന്ന് എന്തെങ്കിലും കേക്കുവേ. അതാ ഫെഡറിക്കച്ചന്റെ ഓരോരോ പരിപാടികളാന്നേ. അല്ല, ഇത് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞേ? എന്റെ പൊന്നു റോസേ, ഈ ഇടവകയില് നമ്മളറിയാതെ വല്ല നടക്കുവോ? അയ്യോ വേണ്ട, ആരെങ്കിലും കാണും. പോയാലോ? പോവാം.